ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സുഹൃത്ത് സദറുൽ അനമിനെ പ്രതിയാക്കി കേസെടുത്തു. പരാതിയിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. അതേസമയം സദറുൽ അനം ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിരവധി തവണ തലക്കടിച്ചതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സുധീഷ് ഗോപാലുണ്ട്. സുധീഷെ, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പെൺകുഞ്ഞ് നരകയാതന അനുഭവിച്ചു തന്നെയാണ് മരണത്തെ പുലുകിയത്. എന്തായാലും ഈ പ്രതിക്കെതിരെ ഇപ്പോൾ സുഹൃത്തിനെ കൂടി ഈ പ്രതിയെ ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം ബന്ധുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുമല്ലോ ഈ പെൺകുട്ടിയുടെ, അത് എപ്പോഴായിരിക്കും? ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുധീഷ് ഗോപാൽ? അശ്വതി, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം നടക്കുന്നത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സ്വദേശിയായ സദറുൽ അനം എന്ന വ്യക്തിയെ പ്രതി ചേർത്ത് ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ കേസെടുത്തതിന് പിന്നാലെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതിന്റെ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ എംബസിയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ നേടിയെടുക്കുകയും അതോടൊപ്പം പ്രതിയെ ഏറ്റെടുക്കാനുമുള്ള നീക്കങ്ങൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഇവിടുത്തെ അന്വേഷണ സംഘം പോയി വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റും വ്യക്തമാക്കുന്നത് തലയ്ക്ക് മുറിവില്ലാതെ ഉണ്ടായ വലിയ ക്ഷതം, തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണം. എന്നാൽ ഇതിനു പുറമെ ശരീരത്താസകലം മർദ്ദനമേറ്റതിന്റെ ക്ഷതങ്ങളും അതോടൊപ്പം തന്നെ മുറിവുകളും ഉണ്ട് എന്നതാണ് കണ്ടെത്തി. 4 പ്രധാന മുറിവുകൾ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ അപ്പോൾ ക്രൂരമായ ഒരു കൊലപാതകമാണ്. ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഉണ്ടായ, ഒരു അബദ്ധത്തിൽ ഉണ്ടായ കൊലപാതകമല്ല, വളരെ ക്രൂരമായ കൊലപാതകം. അത് വളരെ ആക്രമിച്ച് മുറിവുകളും മറ്റു ക്ഷതങ്ങളും സുധീഷ്, അതായത് വെൽ പ്ലാൻഡ് മർഡർ. അതായത് ആ പെൺകുട്ടി മതപരിവർത്തനത്തിന് തയ്യാറാകത്തതിനെ തുടർന്ന് ആ പ്രതി, ക്രൂരനായ ആ പ്രതി തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. അതിക്രൂരമായി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങളൊന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നാലും ലാപ്ടോപ്പ് ഉപയോഗിച്ച് പലതവണയാണ് ആ പെൺകുട്ടിയുടെ തലക്കടിച്ചത്. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒക്കെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പറയുമ്പോൾ കൂടുതൽ പ്രതീക്ഷയോടെയാണ് ആ കുടുംബം ഈ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ.